ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലീനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചൊരു ലോങ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. പ്ലസ് ഷോപ്പിങ്ങും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രോസറി ഷോപ്പിംഗ് ആണ് കേട്ടോ. അതും നമ്മുടെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് മലയാളി ഷോപ്പല്ല, എന്നാലും ഇന്ത്യൻ ഷോപ്പ്. ഒരു തമിഴ് ഷോപ്പാണ്, പക്ഷെ നമ്മുടെ എല്ലാ ഐറ്റംസും അവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഷോപ്പിൽ നിന്നുള്ള ഷോപ്പിങ്ങും കൂടെ പ്ലാൻ ഇട്ടിട്ടാണ് ഇന്നത്തെ നമ്മുടെ നടപ്പ്. മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ തീർന്നു പോയ രണ്ട് സാധനങ്ങളാണ്. ഒന്ന് അരിയും അതുപോലെ തന്നെ മുളക് പൊടിയും തീർന്നിരിക്കുകയാണ്. അരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 കിലോൻ്റെ അരിച്ചാക്കാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. പിന്നെ ഒരു ചെറിയൊരു പാക്കറ്റ് മുളക് പൊടിയും കൂടെ വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും മെയിനായിട്ട് വാങ്ങിക്കാനായിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തൊക്കെ വാങ്ങിക്കുന്നു, അതിൻ്റെ റേറ്റുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത് വീഡിയോയുടെ എൻഡിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പൊതുവെ വീഡിയോസിൽ പറയാറുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ചീപ്പാണെന്നല്ല, എന്നാലും കമ്പാരിറ്റീവ്ലി സാധനങ്ങൾ കുറച്ചും കൂടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ ഇപ്പോൾ കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കൺട്രീസിൽ നിന്ന്, UK അല്ലാത്ത കൺട്രീസിൽ നിന്ന് വരുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അതായത് നമ്മുടെ ഐറ്റംസ് ഇപ്പോൾ ഇത്തിരി ചെറുള്ളിയോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ്. അപ്പോൾ നമ്മുടെ കട അടുത്തെത്താറായിട്ടുണ്ട്. കടയിൽ കയറിയിട്ട് ഏകദേശം സാധനങ്ങളുടെയൊക്കെ ഒരുമാതിരി റേറ്റൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഫ്രോസൺ ആയിട്ട് നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ചിലതൊക്കെ കറി ആക്കി വെച്ചിട്ടുണ്ട്, ചിലത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് പോയി കറി ആക്കാനായിട്ടുള്ളതുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു കപ്പയുടെയൊക്കെ ഒരു സെക്ഷനിലായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ കൂർക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ നാട്ടിലെ സ്നാക്സ് ഒക്കെയാണ്. അതിൻ്റെ റേറ്റ് ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. നമ്മുടെ നാട്ടിലൊരു മിച്ചറിൻ്റെ ഒക്കെ ഒരു വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.10. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്തുള്ള ഒരു പൗണ്ടിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 116 രൂപ പോയിൻറ്റ് സംതിങ്, 116.58 എന്നാണ് ഗൂഗിൾ. പക്ഷേ അത് നമ്മുടെ ട്രാൻസ്ലേഷൻ റേറ്റ് വന്നു കഴിയുമ്പോൾ അത് പലതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ സാധനങ്ങളുടെ വില. അത് ഈ പുട്ടുപൊടിയുടെ ഈ പാക്കറ്റിന് 3.29 പൗണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പൗണ്ടിന് 116 രൂപ എന്നുള്ള രീതിക്കാണ് കണക്കൊന്ന് കൂട്ടിക്കോ. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. ഞാൻ രൂപയുടെ കണക്കിൽ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഇതുണ്ട് പരിപ്പ് വടയുടെ ഒക്കെ പാക്കറ്റ് ഇരിപ്പുണ്ട്. 3.49 പൗണ്ട്സ് ആണ്. ഇതിനകത്ത് എത്ര എമൗണ്ട് വരും എന്ന് പറഞ്ഞാൽ, ഇങ്ങനത്തെ സ്നാക്സിൻ്റെ ഒക്കെ പാക്കറ്റിൽ സാധാരണ 6, 7 അങ്ങനെയൊക്കെയാണ് വരാറ്. ഉന്നക്കായ, ചക്കയുടെ അങ്ങനെ വേണ്ട നമ്മുടെ എല്ലാ സാധനങ്ങളും, അപ്പത്തിൻ്റെ പാക്കറ്റ് വന്നിട്ടുണ്ട്. ഇഡ്ഡലി, വട, സാമ്പാർ, സുഹീൻ, പഴംപൊരി എന്ന് വേണ്ട നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും, ഒരു ചായക്കട ചെന്നാൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഫ്രോസൺ ആക്കി പാക്കറ്റുകളിലാക്കി ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. എക്സ്പെൻസ് ഇത്രയാണ് വരുന്നതെന്ന് മാത്രം. പൊറോട്ടയൊക്കെ 1 for 1 ആണ്. ഒന്നെടുത്ത ഒന്ന് ഫ്രീ എന്നുള്ളൊരു കണക്കിലൊക്കെയാണ്. പക്ഷേ ഒരു പൊറോട്ടയുടെ പാക്കറ്റിന് 1.29. ഇപ്പോൾ 2 എടുക്കണമെങ്കിൽ 2.5 പൗണ്ട്സ് to 3 പൗണ്ട്സിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഇഡ്ഡലി, കള്ളപ്പം, പാലപ്പം, ഇടിയപ്പം എന്ന് വേണ്ട എല്ലാ വിഭവങ്ങളും പാക്കറ്റിലാക്കി ഫ്രോസൺ ആക്കി ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഇന്ത്യൻ ഷോപ്പ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് എല്ലാം തന്നെ ഇങ്ങനെ ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുള്ളൂ. ഇന്ത്യൻ ഷോപ്പ് ഞാൻ ഉദ്ദേശിച്ചൊരു ചായക്കട സെറ്റപ്പിലുള്ള സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ച സാധനത്തിൻ്റെ ഒരു ബില്ലാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഒരു 10 കിലോ അരിയുടെ ചാക്കിന് നമുക്ക് അയക്കണത് 12.99 പൗണ്ട്സ് ആണ് കേട്ടോ. പിന്നെ പൊറോട്ടയുടെ 2 പാക്കറ്റായിരുന്നു വാങ്ങിച്ചത്. ഓരോ പാക്കറ്റിനും 1.29 പൗണ്ട്സ് വെച്ചിട്ടായി. പിന്നെ ഒരു മുളക് പൊടി ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുന്നേ മുളക് പൊടി വാങ്ങിക്കാനാണ് പോകുന്നത്, അതിന് 3.69 പൗണ്ട്സ് ആണ് ആയത്. അതുപോലെ ഞാനെടുത്ത മിച്ചറിൻ്റെ പാക്കറ്റിന് 2.99 പൗണ്ട്സ് ആയിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലെ ജാക്മേ പയ്യോളി മിക്സറാണ് എടുത്തേക്കുന്നത്. അതുപോലെ തന്നെ പരിപ്പോടെ എടുത്തായിരുന്നു, അതിന് 2.79 പൗണ്ട്സ് ആയി. പിന്നെ വരുന്ന വഴിക്ക് ഞാനൊരു ലഡു പൊട്ടിച്ച് തിന്നുന്ന കണ്ടായിരുന്നല്ലോ, അതിന് 2.99 പൗണ്ട്സ് ആയിരുന്നു കേട്ടോ. ഭാഗ്യം 3 പൗണ്ട്സ് അടുപ്പിച്ചാക്കിയില്ല. അപ്പോൾ എല്ലാത്തിനും കൂടെ മൊത്തത്തിൽ നമുക്ക് ഇന്നൊരു ദിവസത്തെ ഗ്രോസറി, ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് ഗ്രോസറിക്ക് ആയ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 28 പൗണ്ട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള 2 സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയും അതുപോലെ തന്നെ മുളക് പൊടിയും നമുക്ക് കുറച്ച് നാളത്തെ യൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ബാക്കിയല്ല, ഇപ്പോൾ പൊറോട്ട ആണെങ്കിൽ 1 ഓപ്പൺ ആക്കി അല്ലെങ്കിൽ 2 ഓപ്പൺ ആക്കി അതിൻ്റെ പരിപാടി കഴിയും. അതുപോലെ തന്നെ മിക്സറൊക്കെ ഞാൻ ഇരുന്നിരിപ്പിനെ കഴിച്ച് തീർക്കാറുണ്ട്. പരിപ്പുവട വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനങ്ങൾക്കൊക്കെ തന്നെയാണ് ഇത്രയും പൈസ ആയത്. പക്ഷെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ ആക്സസ് കിട്ടണമെങ്കിൽ നമുക്ക് ഇത്രയും എക്സ്പെൻസ് ആണ്. അത് നമുക്ക് വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.